ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് കിച്ചണിൻ്റെ സിങ്കിൽ മെയിൻ വരുന്ന ഒരു പ്രോബ്ലമാണ്. നമ്മൾ പാത്രങ്ങൾ കാര്യങ്ങളൊക്കെ കഴുകുന്ന സമയത്ത് സിങ്കിൻ്റെ ഗ്യാപ്പിലൂടെ വെള്ളം വന്നിട്ട് താഴെ എപ്പോഴും കബോർഡിൻ്റെ അകത്ത് വെള്ളം നിറയുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ സൈഡിലായിട്ട് ഫുള്ളും വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥ. ഇതെങ്ങനെ ഒഴിവാക്കാം എന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ വേറെ ഒന്നുമല്ല, ഈ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സിങ്ക് തന്നെ സ്ക്വയർ ടൈപ്പാണ് വെച്ചിരിക്കുന്നത്. ഇത് വെച്ചിട്ട് ഉറപ്പിച്ചിട്ടില്ല, ജസ്റ്റ് അത് വെച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. കണ്ടോ, ഈ ഗ്രാനൈറ്റും ഈ സിങ്കും തമ്മിൽ വെച്ചിരിക്കുന്ന രീതി നിങ്ങളൊന്ന് നോക്കുക. അതായത് നമുക്ക് രണ്ട് രീതിയിൽ സിങ്ക് വെക്കാൻ സാധിക്കും. ഒന്ന് വേണമെങ്കിൽ നമുക്ക് കബോർഡിൻ്റെ, അതായത് മൾട്ടിവുഡ് ചെയ്തിട്ട് അതിൻ്റെ ഗ്യാപ്പിൽ, അല്ലെങ്കിൽ കബോർഡിൽ ചെയ്തിട്ട് അതിൻ്റെ ഗ്യാപ്പിൽ വേണം സിങ്ക് ഇറക്കി വെച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളിലായിരിക്കണം ഗ്രാനൈറ്റ് ഇടുന്നത്. അങ്ങനെ ചെയ്യാം. ഇനി അതല്ല, ഈ രീതിയിലും ചെയ്യാം. അതായത് സിങ്ക് ഏറ്റവും ടോപ്പിൽ വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് ക്ലിയർ ചെയ്യാൻ ചെയ്യാം. എങ്ങനെ ചെയ്താലും നമുക്ക് ഡിസൈൻ ചെയ്താലും അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്, ദോഷങ്ങളുണ്ട്. നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പാത്രം കഴുകുന്ന സമയത്ത് പുറത്തേക്ക് വെള്ളം കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മളിത് തുടച്ചെടുക്കേണ്ട ഒരു അവസ്ഥ വരും. വെള്ളം ഒരിക്കലും നമുക്ക് സിങ്കിലേക്ക് തട്ടി കളയാൻ സാധിക്കില്ല. മാത്രമല്ല, ഈ സൈഡിൽ വരുന്ന വെള്ളം ഇങ്ങനെ കെട്ടി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സിങ്കിൻ്റെ സൈഡ് കണ്ടോ, സിങ്കിൻ്റെ സൈഡും ഗ്രാനൈറ്റും തമ്മിൽ കറക്റ്റായിട്ടല്ല സിലിക്കോൺ വെച്ചിട്ടോ അല്ലെങ്കിൽ വൈറ്റ് എംസിയിലോ ഏതെങ്കിലും എംസിയിൽ വെച്ചിട്ടോ ടൈറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഫുള്ളായിട്ട്, അതായത് ഒരു ചെറിയ നൂല് പോലും സൂചിയുടെ ഗ്യാപ്പ് പോലും ഇല്ലാത്ത രീതിയിൽ മൊത്തം ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ലീക്ക് ഇല്ലാതിരിക്കുകയുള്ളൂ. അല്ലാതെ ജസ്റ്റ് ഉറപ്പിക്കുക മാത്രം, സൈഡുകളിൽ 4 കോർണറിൽ വെച്ചതിന് ശേഷം ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പുറത്ത് തെറിക്കുന്ന വെള്ളം ഉറപ്പായിട്ടും അതിലൂടെ ആ ഗ്രാനൈറ്റിൻ്റെയും സിങ്കിൻ്റെയും ഗ്യാപ്പിലൂടെ നേരെ താഴേക്ക് ഇറങ്ങും. അതാണ് ഒന്നാമത്തെ രീതി. ഈ രീതിയിൽ ഉറപ്പിക്കുകയാണെങ്കിലും വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യം, എല്ലാ സൈഡും, അതായത് ഒരു സൂചി പോലും ഗ്യാപ്പില്ലാത്ത രീതിയിൽ ഫുൾ സെറ്റായിട്ട് വേണം, സിലിക്കോണിലെ ഗ്യാപ്പില്ലാത്ത രീതിയിൽ വേണം ഉറപ്പിക്കാനായിട്ട്. ഇനി എംസിയിലാണെങ്കിൽ എംസിയിലും ഗ്യാപ്പില്ലാത്ത രീതിയിലായിരിക്കണം ഉറപ്പിക്കേണ്ടത്. പിന്നെ അടുത്ത സ്റ്റേജ്, ഇത് നമ്മൾ രണ്ടാമത്തെ സ്റ്റേജ് നമ്മൾ പറഞ്ഞു, ഗ്രാനൈറ്റിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ സിങ്ക് സാധാരണ ചെയ്യുന്ന പോലെ ചെയ്യാം. അങ്ങനെയായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം വേറെ ഒന്നുമില്ല, നമുക്ക് പുറത്ത് വരുന്ന വെള്ളം നമുക്ക് ആ സിങ്കിലേക്ക് തട്ടി മാറ്റിയിടാൻ സാധിക്കും. അതിൻ്റെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ, സിങ്ക് ഈ പറയുന്ന ഗ്രാനൈറ്റിൻ്റെ അടിയിൽ വെച്ച് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് സിങ്കും ഗ്രാനൈറ്റും തമ്മിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പ് ഇതുപോലെ തന്നെ എംസിയിൽ വെച്ചിട്ട് ടൈറ്റ് ചെയ്യുക, ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്യണം. അതല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ വെള്ളം, നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം അല്ലെങ്കിൽ സിങ്ക് നിറയുകയാണെങ്കിൽ, വെള്ളം കെട്ടി നിർത്തിയിട്ട് നമ്മൾ പാത്രം കഴുകേണ്ട സമയത്ത് നിറയുകയാണെങ്കിൽ അതിലൂടെ വരുന്ന വെള്ളം നേരെ താഴേക്ക് വന്ന് താഴെ കബോർഡിൽ വന്ന്, ഇനി കബോർഡ് പ്ലൈവുഡും കാര്യങ്ങളൊക്കെ ഇനി നശിച്ചു പോകാനുള്ള ചാൻസസ് ഉണ്ട്. മൾട്ടിവുഡ് ആകുമ്പോൾ പിന്നെ ആ പ്രശ്നം വരുന്നില്ല. എന്നിരുന്നാൽ തന്നെയും വെള്ളം എപ്പോഴും താഴെ കെട്ടിക്കുന്ന ഒരവസ്ഥ എപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ സിങ്ക് ഉറപ്പിക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നാണ്, നമ്മൾ എങ്ങനെ ഉറപ്പിക്കുന്നു എന്നുള്ളതല്ല, ഈ സിങ്കിൻ്റെ 4 സൈഡുകൾ മാത്രമല്ല, ഫുള്ളായിട്ട് നമ്മൾ എങ്ങനെ ഉറപ്പിക്കുന്നു എന്ന രീതിയിലിരിക്കും നമ്മുടെ സിങ്കിൻ്റെ ചോർച്ച ഒഴിവാകൽ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, അതുകൊണ്ട് ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. എനിക്ക് തോന്നുന്നു കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം ഫ്രണ്ട്സ്, എന്നാലേ നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice.